അർജൻറ്റീന വേഴ്സസ് സ്പെയിൻ. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. അപ്പം ഇന്ന് ഫൈനലാണ്. അപ്പം ഞാൻ ജയിക്കും. പക്ഷെ ഞാൻ പറയുന്നു അർജൻറ്റീനയെ ജയിക്കൂ. ഞാനിത് ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഞാൻ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് ചില ഇടയ്ക്ക് അവർക്ക് തോക്കും എന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലായില്ല. പിന്നീട് കളി ഇങ്ങനെ ആവർത്തിച്ച് ജയിച്ചു വന്നപ്പോൾ അവർക്ക് പിടികിട്ടി ഇവൻ പറഞ്ഞത് ശരിയാണ്, ഇനി അർജൻറ്റീനയെ ജയിക്കും. അപ്പം എന്നാലും ഇന്നത്തെ കളി എന്നാലും കടുക്കും ചിലപ്പം. പക്ഷെ തിരിച്ചടി കൊടുക്കും അർജൻറ്റീന. ഒരു ഗോൾ അടിച്ച പിന്നെ ജയിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, പിന്നെ അങ്ങ് അടിച്ച് കയറും. ഓ, ഇന്ന് കഴിഞ്ഞ കളിയൊക്കെ എന്തിനാ ഷോട്ട്, എൻ്റെ പൊന്നെ, കിടില സാധനം. പടക്ക് ബുള്ളറ്റ് കയറിയതാണ് കയറുന്നത്. എൻ്റെ പൊന്നെ, അടിയെന്ന് വെച്ചാൽ പച്ച കിട്ടിയത് പൊളിയായിരുന്നു. എന്താ എല്ലാ അർജൻറ്റീന കളി മൊത്തം പൊളി, ഒന്നും പറയില്ല. ഇപ്പോൾ മറ്റേ എന്താ പറയുക, നമ്മളെ ദുരന്തർ സിനിമ കണ്ടിട്ടില്ലേ, അതിൽ ഹംസ അടിച്ച് ഫയർ കയറൂലേ, അതേപോലെയാണ് ഈ അർജൻറ്റീന നമ്മളെ മെസ്സിയുടെ ടീം അടിച്ച് പൊളിച്ച് കയറണത്. എൻ്റെ പോലെ എന്താണ് അറിഞ്ഞൂടെ, എന്ത് കളിയാണ് കളിക്കണമെന്ന് ഒരു പിടിയില്ല. ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞല്ലേ, ഇനി കഴിഞ്ഞ ഏതോ ഒരു കളിയിൽ നമ്മൾ തോറ്റത് എൻ്റെ നെഞ്ചൊക്കെ ഇടിച്ച് ഞാൻ കരയായിരുന്നു, കമന്ന് കരയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് പിന്നെ അമ്മ എന്നാലും കയറി വരും എന്ന് പറഞ്ഞു. നോക്കിയപ്പോഴാണ് ഒരു ഗോളടിച്ച് കയറി, 3 ഗോളടിച്ച് 3-2 അവന്മാർ ഈജിപ്റ്റ് തോന്നി. ഈജിപ്റ്റിൻ്റെ കളിയായിരുന്നു അന്ന്. അപ്പോൾ ഈജിപ്റ്റൊക്കെ നമ്മളെ അർജൻറ്റീന ഫാൻസിനെ എല്ലാവരെയും തളർത്തി എന്ന് വെച്ചാൽ ഇങ്ങനൊരു തളർത്തോടെ. പക്ഷെ ആ തിരിച്ചു വരുവാണ് മോനെ, വിടില്ല, ഒന്നും പറയില്ല. പിന്നെ ഈ ഇടയ്ക്ക് പറഞ്ഞ സംഭവമായിരുന്നു, ഒരു പ്രശ്നമായിരുന്നു. എന്തോന്നു, റൊണാൾഡോ ടീംസ് നമ്മളെ പോർച്ചുഗൽ ഈ കൂടുതൽ പോർച്ചുഗൽ ആൾക്കാരെ ടീം ഫാൻസൊക്കെ ഉള്ളൂ ഭൂരിപക്ഷം. പക്ഷേ ഞാൻ സ്കൂളിൽ പോയപ്പോൾ കുറച്ച് 2-3 പേരെങ്കിലും ഉണ്ട്, കുറേ പേരെ ഉണ്ട് നമ്മൾ അർജൻറ്റീന ഫാൻസ്. പക്ഷെ അതാണ് ഞെട്ടിപ്പോയത്. ഞാൻ വിചാരിച്ച് ചിലപ്പോൾ അർജൻറ്റീന ആയിരിക്കില്ല, നമ്മളെ റൊണാൾഡോ ഫാനായിരിക്കും എല്ലാവരും, മാക്സിമം അങ്ങനെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ഹാപ്പി ആയിരുന്നു. കുറേ പേരൊക്കെ അർജൻറ്റീന ഫാൻസ് ആയിരുന്നു. അടിപൊളിയാണ്. പിന്നെ കട്ടക്ക് നിന്ന് നമ്മളെ ജയിക്കും. പക്ഷെ നമ്മൾ അന്ന് എല്ലാവരെയും ഞാനല്ല, എൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും മൂക്കി വിട്ടു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, റൊണാൾഡോ എന്നൊരു ഒരു ബെഞ്ചിലോ ഡെസ്കിലോ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ, മെസ്സി എന്ന് പറയുന്ന ഒരു പേര് അവന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. എനിക്കാണെങ്കിൽ കലി വരും. എന്തോന്നത്, അവന് മെസ്സി എന്ന് പറയുന്ന ഒരു പേര് അത് ബെഞ്ചിലോ ഡെസ്കിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, സ്കൂളിലോ ചുവരിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, മാച്ച് അവിടെ കറുപ്പിച്ച് അവിടെ എന്ത് ചെയ്യും, റൊണാൾഡോ എന്ന് പറഞ്ഞ് CR7 എന്നും പറഞ്ഞ് എന്ത് ചെയ്യും, എഴുതി അങ്ങ് വയ്ക്കും. എല്ലായിടത്തും അവിടെ പോയി വെട്ടറാന്ന് പറയും. എനിക്കാണ് കലി വരണം. ഇങ്ങനെ ഉണ്ടാടേ, ഇങ്ങനെ ഒന്ന് ഇത്രയും റൊണാൾഡോ പ്രാന്തന്മാരുണ്ടാടേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കൂടെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ എൻ്റെ ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ എന്തോന്ന് ആ ഒരു ടീമിൽ തന്നെ ഉറച്ചു നിൽക്കും, മനസ്സിലായോ. പക്ഷേ ഞാനും അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പം അങ്ങനെ മാറി, എല്ലാ ടീമിനെയും സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഏത് ടീമാണോ നല്ല രീതിയിൽ ഏത് ടീമാണോ കളിക്കുന്നത് ആ ടീം ജയിക്കും. അതാണ് സത്യാവസ്ഥ. ഈ റൊണാൾഡോ തോറ്റു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ എന്തോ എനിക്കറിഞ്ഞൂടെ എന്താണ് ഇവന്മാരെ കാണിക്കുന്നത്. ഇതൊക്കെ വെച്ച് നിർത്തേണ്ട ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നത്, ഒരു പിടിയില്ല. ചുമ്മാ ഓരോ വഴക്ക് അടി. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നും. ഇനി കപ്പെടുക്കുമ്പോൾ അപ്പോൾ അസൂയ. ഇനി പറയുന്നത് റൊണാൾഡോ കുറേ കപ്പ് എടുത്തിട്ടുണ്ട്, മാങ്ങേനെ തേങ്ങേനൊക്കെ പറയും.
റൊണാൾഡോ കപ്പെടുത്തി റൊണാൾഡോ അവിടെ വെച്ചോണ്ടിരിക്കും. കുറേ എണ്ണം വന്നിട്ടുണ്ട്. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ മറ്റേ എല്ലാ ആ ടീമിലെ തന്നെ ഉറച്ചിരിക്കുന്ന എന്തിനാണത്? അത് അവരെ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് അത് അവരെ ഇഷ്ടമുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അത് ഉറച്ചിരിക്കുന്നേ കുഴപ്പമില്ല. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ശരി, കുഴപ്പമില്ല എന്നും പറയും. കുറ്റം പറയല്ലേ ആരെ? അവ ഇങ്ങനെ ചിന്തിക്കണം, അവ അങ്ങനെ ജയിച്ചത് എന്നും പറഞ്ഞ് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് കാണുമ്പോഴാണ് നമുക്ക് ദേഷ്യം പറഞ്ഞത് അങ്ങനെ. പക്ഷെ ഞാൻ പറയണത് നീ ഈ 5 വർഷങ്ങളിടയിലാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഒറ്റ വാക്ക് പറയാം, അർജൻറ്റീന ടീം ജയിച്ചിരിക്കും. ഏത് വേൾഡ് കപ്പിൽ വന്നാലും തിളങ്ങി നിൽക്കാൻ പോണത് അർജൻറ്റീനയ്ക്ക്. നിങ്ങൾ നോക്കിക്കും. ഇത് ഞാൻ പറയണതാണ്. ഈ വേൾഡ് കപ്പ് എടുത്തിരിക്കും. അതിൽ മെസ്സി കപ്പ് എടുക്കും. അതിൽ 2022 ആ മെസ്സി കപ്പിലെന്ത് ചെയ്യും? മുത്തം ഇട്ടു. ഈ ഇതിലും മുത്തം ഇടും. നീ നോയിക്കും. നീയല്ല, സോറി. എല്ലാവരും ഈ പോർച്ചുഗലിലെ ഫാൻസൊക്കെ നോയിക്കോ. ബാക്കിയുള്ള ടീംസൊക്കെ എല്ലാം നോക്കിക്കോ. നിങ്ങൾ ഇരുന്ന് കരയും. ഇത് കണ്ട് നിങ്ങൾ തളരും. എത്രത്തോളം തളർത്താൻ പറ്റുമോ അത്രത്തോളം നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളെ മനസ്സെന്ത് ചെയ്യും? വിഷമിക്കും. ഇങ്ങനെ ചുമ്മാ അടി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ചുമ്മാ അടി ഉണ്ടാക്കിയിട്ട് എന്തിനു കിട്ടായി അല്ലേ? ഇപ്പം ഇന്നത്തെ കളി എന്ത് ചെയ്യുക? ഇത് അർജൻറ്റീന ഫാൻസിനോടാണ് പറയണത്. നിങ്ങൾ എന്ത് ചെയ്യുക? എൻജോയ് ചെയ്യുക, അടിച്ച് പൊളിക്കുക. ജയിച്ചാൽ ഉടനെ എന്ത് ചെയ്യണം? ആഘോഷിക്കണം. അത്രേ ഉള്ളൂ. ആഘോഷത്തിൻ്റെ ആഘോഷം പൂരപ്പറമ്പാക്കണം, കിടിലുമാക്കണം. അത്ര എനിക്ക് പറയുള്ളൂ.